നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങൾ നീണ്ട അഗ്നിപരീക്ഷയ്ക്കൊടുവിൽ കുറ്റവിമുക്തനായ ജനപ്രിയ നായകൻ ദിലീപ് ഒടുവിൽ മൗനം വെടിയുന്നു. താനാണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ദിലീപ് തുറന്നടിച്ചു. വിധി വന്നതിന് പിന്നാലെ ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് അന്വേഷണ സംഘത്തിനെതിരെ ദിലീപ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെപ്പോലും കബളിപ്പിച്ചുവെന്നും ദിലീപ് പറയുന്നു. ആദ്യ 6 പ്രതികൾ പിടിയിലായപ്പോൾ ഗൂഢാലോചനയില്ല എന്ന് തീർത്തു പറഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ട് കാര്യങ്ങൾ മാറ്റിപ്പറയിപ്പിച്ചത് അന്വേഷണ സംഘമാണ്. തന്നെ കുടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിജീവിതയുമായി ശത്രുതയില്ല. ആക്രമിക്കപ്പെട്ട നടിയുമായി തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ല സൗഹൃദമായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യ 4 മാസം അവർ തന്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ തനിക്കെതിരെ മൊഴി നൽകിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ നടത്തിയെന്നും നടൻ ആരോപിക്കുന്നു. തന്നെ 13 മണിക്കൂർ ചോദ്യം ചെയ്തുവെന്നൊക്കെ പോലീസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പച്ചക്കള്ളമാണ്. 1.5 മണിക്കൂർ മാത്രമാണ് കാര്യമായി ചോദ്യം ചെയ്തത്. ബാക്കി സമയം ഉദ്യോഗസ്ഥർ തന്നോട് കുശലാന്വേഷണം നടത്തിയിരിക്കുകയായിരുന്നു. പുറത്ത് തനിക്കെതിരെ ജനവികാരം ഉണ്ടാക്കാൻ പോലീസ് ബോധപൂർവം കള്ളക്കഥകൾ മെനഞ്ഞു. തന്നെയും കുടുംബത്തെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനാണ് പോലീസ് ശ്രമിച്ചത്. കുടുംബ പ്രേക്ഷകരെ തന്നിൽ നിന്ന് അകറ്റാനും തനിക്കായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടവരെയും വക്കീലന്മാരെയും വരെ കേസിൽ കുടുക്കാനും ശ്രമം നടന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രശസ്തി നേടാൻ തന്റെ ജീവിതമാണ് ബലി നൽകിയത്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ദിലീപ് പറയുന്നു. തന്നെ കേസിൽ കൊടുക്കാൻ അന്വേഷണ സംഘം ഗൂഢാലോചന നടത്തുകയും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ആദ്യ 6 പ്രതികൾ പിടിയിലായപ്പോൾ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും താനാണ് സൂത്രധാരൻ എന്ന് വിശ്വസിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നു ഈ നീക്കം. അതിജീവിതയുമായി തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും വളരെ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും ദിലീപ് പറഞ്ഞു. അന്വേഷണത്തിന്റെ ആദ്യ 4 മാസങ്ങളിൽ അവർ തനിക്കെതിരെ മൊഴി നൽകിയില്ല. പിന്നീട് അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയത്. പ്രശസ്തിക്ക് വേണ്ടി തന്നെ കുടുംബത്തെ ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു. എന്തായാലും തന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുന്നുണ്ട്. വിധി പകർപ്പ് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. തന്നെ കള്ളക്കേസിൽ കുടുക്കി ജീവിതം തകർത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദിലീപ് എന്ന് സാരം. സംഘടനയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് വിധി കണക്കിലെടുത്ത് സംഘടന തന്നെ തീരുമാനിക്കട്ടെ എന്നും ദിലീപ് വ്യക്തമാക്കുകയും ചെയ്തു.